നമുക്ക് തികച്ചും അപരിചിതമായ ഒരു അപകടമാണ് നമ്മളുടെ തീരത്ത് നമ്മുടെ കടലിൽ അറബിക്കടലിൽ സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്ത് കപ്പലാണ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് നോക്കാം. ഇത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അത് MSC എൽസ 3 എന്ന ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണിത്. വിദേശ കപ്പലാണ്. 184 മീറ്റർ നീളവും ഒപ്പം തന്നെ 20-25 മീറ്റർ വീതിയുമുള്ള ഒരു കപ്പലാണ് ഈ MSC എൽസ 3 എന്ന് പറയുന്നത്. ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് വൈകുന്നേരം പുറപ്പെട്ടതാണ്. ഇന്ന് വൈകുന്നേരം 4:30 ഈ കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു, കൊച്ചി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. അതിനിടയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:35 ഈ കപ്പലിൽ നിന്ന്, MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് ഒരു അപായ സന്ദേശം കോസ്റ്റ് ഗാർഡിന് കിട്ടുന്നത്. അത് കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ എത്തുമ്പോഴാണ് ഈ അപകടം സന്ദേശം കോസ്റ്റ് ഗാർഡിന് കിട്ടുന്നത്. അത് ഏകദേശം നമ്മുടെ ആലപ്പുഴ തീരത്തിനൊക്കെ അടുത്തായിട്ട് വരും. കടലിൽ ആ ഭാഗത്താണ് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ കപ്പൽ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം അനുസരിച്ച് ആ കപ്പലിൽ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആ ജീവനക്കാരെല്ലാം തന്നെ വിദേശികളാണ്. ഒപ്പം റഷ്യൻ സ്വദേശിയായ ക്യാപ്റ്റനാണ് ഈ കപ്പലിന് നേതൃത്വം നൽകുന്നത്. അതിൽ 9 പേർ അപ്പോൾ തന്നെ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു. അപകടമുണ്ടായപ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. ശേഷിക്കുന്ന 15 പേരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനമാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ നടത്തുന്നത്. അവിടെ ലൈഫ് ബോട്ടുകൾ അടക്കം എത്തിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ്, രക്ഷാവിമാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ അവശേഷിക്കുന്ന 15 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ കപ്പലിന്റെ സമീപത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്രയുമാണ് ഈ ഗ്രാഫിക്സിലുള്ളത്.